സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫ്രീ ഫയർ ആയിട്ടാണ്. ഫ്രീ ഫയറിൻ്റെ പുതിയൊരു ഗെയിം പ്ലേ ഗൈസ്. ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ മെസ്സേജ് ഇട്ട്, കൂട്ടുകാരനല്ല നമ്മുടെ സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ട്, ബ്രോ 1v1 എടുക്കുമോ, ഡെസേർട്ട് ഓൺലി, ക്രാഫ്റ്റ് ലാൻഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്തുമല്ലോ നമ്മളപ്പോൾ ക്രാഫ്റ്റ് ലാൻഡ് അടിക്കാം. അപ്പോൾ ഇന്നത്തെ കളി അതാ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കയറി കുറച്ച് ഡെസേർട്ട് ഉള്ളു. ഇല്ലേ, ഡെസേർട്ടാണ്. വരട്ടെ ലോഡാകുമ്പോൾ വെക്കാം. ഗായ്സ്, അപ്പുറത്ത് ഏതോ പ്രോ പ്ലെയർ നോക്കിക്കേ. ഞാൻ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ മാത്രം ഗായ്സ്, എന്തായാലും നമ്മൾ ഈ ചലഞ്ച് ജയിച്ചിട്ട് ഇന്നത്തെ ഫസ്റ്റ് കളി എടുക്കത്തുള്ളൂ. ഗായ്സ്, അത് കേറേണ്ട സാധനമൊക്കെ പൊട്ടിച്ച്. നെക്സ്റ്റ് റൗണ്ട് ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ലെങ്ത് കൂടും. കൊന്നു ഗായ്സ്. പിന്നെ ഞാൻ സംസാരിക്കത്തില്ല, കാരണം ഫുൾ ഓൺ കോൺസെൻട്രേഷൻ ഗെയിമിലാണ്. ഈ ഡെസേർട്ട് ഉള്ളി എന്ന് പറയുമ്പോൾ എന്നാ കഷ്ടമാണെന്നറിയാം, അതിനെ അടിച്ചിടാനറിയാം. ഉണ്ട പോയില്ല നോക്കി. ഇത് യൂട്യൂബുകാരിപ്പോൾ നല്ല പണിയാണ് കേട്ടോ. വീണ്ടും അടിച്ചിട്ടു കഴിച്ചു. അടുത്ത റൗണ്ട് എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ചലഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിലെ പ്രോ പ്ലെയർ അങ്ങ് വെളിയിൽ ചാടി. വെടിവെക്കരുത്, ഞാൻ അകത്ത് കീഴടങ്ങി നിൽക്കുക, വാതില് തുറക്കാൻ താക്കോലില്ല. പ്രോ പ്ലെയറിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ, അതിനപ്പത്തേക്ക് അവൻ അടിച്ചിട്ടു. അവൻ തരക്കേടില്ലാത്തതാണ് ഗൈസ്. ഇവൻ ചത്തിട്ട് ഒരു റിവഞ്ച് എടുക്കണം ഗൈസ്. ഇവനെ കൊന്നിട്ട് നമ്മൾ കേറി. ഓടാ, അവൻ കംബാക്ക് അടിക്കുകയാണ് ഗൈസ്. എന്തായാലും ജയിച്ചിട്ടേ പോകത്തുള്ളു ഗൈസ്. ഒരു 5ാമത്തെ റൗണ്ട് ആകുമ്പോൾ നിങ്ങളെ കാണിക്കാം. കാരണം എന്താ ലെങ്ത്ത് കൂടിയില്ലേ വീഡിയോയ്ക്ക് ഗൈസ്. എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് നമ്മുടെ മൂവ്മെൻ്റ് എല്ലാം അങ്ങ് പോയി. ഡെസേർട്ട് ഉള്ളി ചലഞ്ച് എന്തായാലും നമ്മൾ തീർക്കും. അവൻ 5 അടിച്ചാൽ നോക്കിക്കോ, നമ്മൾ തോറ്റെന്നാണ് കേട്ടോ. എടാ ഞാനത് ശ്രദ്ധിച്ചില്ലടാ. ഈ കളി ജയിക്കുന്ന പറഞ്ഞിപ്പോൾ പിന്നെ 5 ആയി, പിന്നെ 6 ആയി, പിന്നെ 7 ആയി, പിന്നെ അവസാനം 8 ആയി. വയറങ്ങ് നിറഞ്ഞ്. എന്തോന്ന് ഞാൻ വിചാരിച്ച് ജയിക്കുമെന്ന്. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. കഷ്ടമാണെന്ന് നോക്കണേ. ഈ വീഡിയോക്ക് എത്ര ലെങ്ത്, എത്ര കളിയാണേലും ഞാൻ കളിക്കും. എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ കാര്യമാണ്, ഞാൻ ജയിച്ചിട്ടേ പോകത്തുള്ളൂ ഇവിടുന്ന്. എനിക്ക് ഒരു നാണക്കേടും ഇല്ല ഇവിടെ. ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതാ എത്ര ന്യൂബ് വന്നാലും എത്ര പ്രോ വന്നാലും. നിങ്ങൾ അവൻ ന്യൂബായിരുന്നു, അവനെ കൊന്നു, അവനെ അടിച്ചിട്ട് ഒന്നുമില്ല.
നമ്മൾ അടിച്ചിടുമെന്ന് പറഞ്ഞാൽ അടിച്ചിടും. പക്ഷേ എനിക്കൊരിതുണ്ടായിരുന്നു. പക്ഷെ അവൻ പ്രോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവൻ്റെ ഓട്ടം കണ്ടിട്ട് അവനെ പോസ്റ്റിനുണ്ടെ കയറാൻ നോക്കും. ബ്രോ കണ്ടു ബ്രോ. ഇവനെങ്കിലും നോവായിരുന്നു. ഇവനല്ല ഇവളാണ്. എന്നാടാ ഇവന് ഇല്ലാത്തവൻ എന്തോ കാണിക്കുക അവിടെ കിടന്ന്. ഇല്ലാത്തവൻ അതെ മൂത്ത കടിയ, ചെറുതൊന്നുമല്ല, മൂത്തതാ. പെണ്ണും പിള്ളക്ക് എന്താടാ? അതെ ഒരു മിനിറ്റ് ചേച്ചി എന്നവിടെ വെയിറ്റ് ചെയ്യും. ചേച്ചിക്കുള്ളത് പാഴ്സലായിട്ടൊന്നും ഇതെന്തിനെല്ലാം കൂടെ നേരത്തെ അങ്ങ് കൊടുക്കുന്നു. ഓ എനിക്ക് കയറാനറിയത്തില്ല. അവളെ ഒരു മിനിറ്റ്, അവൾ മണ്ടക്ക് കയറിയില്ലേ? ഇവളൊക്കെ എന്തോ കാണിക്കുവാടെ. എൻ്റെ സമയം പോയി. അവൾ താഴെ ഇറങ്ങിയിരുന്ന വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. ആ കളി ഞാനങ്ങ് ലെഫ്റ്റായി. അവൾ മടിപ്പിച്ച് കളഞ്ഞു. ഒറ്റ കളി അങ്ങാണ്ട് അടിച്ചിട്ടിയാ പിന്നെ വീണ്ടും മരിഞ്ഞ് കയറും. അതെങ്ങനെ കയറുന്ന പോലെ. പോസ്റ്റ് വെച്ചവന് ആദ്യം തല്ലണം. ഇവിടെ ഉണ്ടോ നോക്കൂ ഒരു പോസ്റ്റെങ്കിലും. നൂബായിരുന്നാൽ മതിയായിരുന്നു. അല്ല, എൻ്റെ ഗ്ലൂ വാൾ ലീച്ചിൽ കാണുമ്പോൾ അറിയാം. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനൊക്കെ. ഏതോ നമ്പ് നമ്പ് ആണെങ്കിൽ ഞാൻ ചത്ത്. അവൻ എംഎൽസിക്കേ കളിക്കത്തുള്ളൂ. ഞാൻ ഇന്ന് കൊടുക്കുന്നതാ. ഗൈസ് ഒരു മിനിറ്റ്, നമുക്ക് ഒരു കമൻറ്റ് ഉണ്ടെന്ന് നോക്കാം. ചുമ്മാ പറഞ്ഞാണ്. നമുക്കേ സഖി കേട്ടങ്ങ് അങ്ങനെ ഒന്നും പറയാം. എന്തോ കാണിക്കുക, എനിക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല. എന്തോ കഷ്ടകാലമൊക്കെയാണെന്ന് നോക്കണേ. പക്ഷെ 4 റൗണ്ട് എടുത്ത് എനിക്ക് ഇതിന് 2 റൗണ്ട് എടുത്താൽ മതി. ഓടാ ഡെസേർട്ട് ഉള്ളി ചലഞ്ച് എടുക്കണം. ഇത് എടുക്കണം. ബാ അടിച്ചിട്ടാ പോയി. ഞാൻ കളി തുടങ്ങുക. ഗായ്സ് എത്രാമത്തെ കളി? ഗായ്സ് ഞാനൊരു കളി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഒരു കളി ഇല്ലേ സമയം പോവും. ഞാനിപ്പം എടുക്കാൻ കയറി. ഗായ്സ് ഏതൊരു നൂബാണ് കേട്ടോ. എന്താ അറിഞ്ഞെനിക്കാണ്. ഒന്നേ ഇല്ല കളിക്കാൻ അറിയാം കേട്ടോ. കാരണം എന്താന്ന് കേട്ടെ പറയാം, കളിക്കാൻ അറിയാം.
ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്താണ്. ഒന്നേ ഹെഡ് ഷോട്ട് എടുക്കാനേ പറഞ്ഞുള്ളൂ. നമ്മൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ഓൺലി ലോങ് റേഞ്ച്. ഇവിടെ മൂന്ന്. ഈ കളി മൊത്തം വണ്ടാപ്പ് അടിക്കട്ടെ. ഇത് വെച്ച് വണ്ടാപ്പ് തുള്ളി ഇതുപോലെ എടുക്കാം. ഇപ്പൊ വണ്ടാപ്പ് അടിക്കാം. അടുത്തത് 4. ചെറുക്കൻ ബോട്ടാണെന്ന് തോന്നുന്നു. ചെറുക്കല്ല പെണ്ണു. അഞ്ച് 8 എടുക്കാൻ പോണേ. ഓക്കോമിൻ്റെ പവർ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഈ ഇന്നലത്തെ ആ കളി ഞാൻ എത്ര സിമ്പിളായിട്ട് ജയിച്ചേ. ദേവിക്കിന് കളിക്കാനൊന്നും പറ്റില്ല. 6 വണ്ടാപ്പ് എടുത്ത് 6 വണ്ടാപ്പും 7. കളി ജയിച്ചു. ബൂയ അടിച്ചിട്ടുണ്ട് നമ്മൾ. ബൂയ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കുക. അല്ലേ ഔട്ട്രോ അവിടെ കയറിയിട്ട് പറയാം. അപ്പോൾ ഈ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ എല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല എന്നൊന്നും പറയണ്ട. ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറുക്കത്തുമ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. തോന്നിയില്ലായിരിക്കും. 7 ദിവസത്തേക്ക് നമ്മളങ്ങനെ അത് ചലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു റീച്ചാണ് നിങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നത്. അതുകൊണ്ട് ഈ സപ്പോർട്ട് എപ്പോഴും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. അപ്പം ബി സേഫ് ഗായ്സ്. ഇല്ല എൻ്റെ ചാനലിൻ്റെ വ്യൂസ് കാണാൻ ആൾക്കാരൊന്നും കാണത്തില്ല. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ഇനി CS റാങ്ക് പുഷ് വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. കാരണം CS റാങ്ക് പുഷ് എന്ന് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് വ്യൂസ് കൂട്ടിയങ്ങ് വന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.